സോഷ്യൽ മീഡിയ കൈയടക്കിയ കാലമാണിത്. സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയെങ്കിലും വൈറലാവുക എന്നത് മാത്രമാണ് ഇന്നത്തെ യുവതലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി അവർ പല സാഹസങ്ങൾക്കും മുതിരുന്നു. വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാൻ മുതിരുമ്പോൾ അവർ പണത്തിനും പ്രശസ്തിക്കുമപ്പുറം സ്വന്തം ജീവന് പോലും വില നൽകുന്നില്ല. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു യുവാവിന് ദാരുണമായ മരണം സംഭവിച്ച വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. കൂട്ടുകാരുമൊത്ത് റാണിപുരം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള യാത്രയിലായിരുന്നു 3ാം വർഷ ബിടെക് വിദ്യാർത്ഥിയായ അരീബുദ്ദീൻ. യാത്രക്കിടെ യുവാവ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി അതിലൂടെ പുറത്തേക്ക് കയറി കാറിന്റെ ഡോറിലിരുന്നു. തുടർന്ന് പുറകിലിരുന്ന കൂട്ടുകാരനോട് വീഡിയോ ചിത്രീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. വീഡിയോ ചിത്രീകരിക്കുന്നതിനായി കുറച്ച് അധികം ദൂരം അവർ അങ്ങനെ തന്നെയാണ് യാത്ര തുടർന്നതും. ഇത്തരം സാഹസികമായ യാത്രകൾ നിരവധി തവണ സോഷ്യൽ മീഡിയകളിലൂടെയും വാർത്തകളിലൂടെയും നമ്മൾ കണ്ടതാണ്. വാഹനത്തിന്റെ ഡോറിലിരുന്ന് സാഹസിക യാത്ര നടത്തരുതെന്ന പലവട്ടം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും മറ്റുമുള്ള യാത്രകൾക്കിടെ ആളുകൾ ഇക്കാര്യം മറക്കുന്നതാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഇവിടെ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കാർ ഓടിച്ചിരുന്ന വ്യക്തിയും തല പുറത്തേക്കിട്ട് അരീബുദ്ദീന്റെ ഫോട്ടോയെടുക്കാനായി ശ്രമിക്കുകയായിരുന്നു. അതോടെ വാഹനത്തിന്റെ നിയന്ത്രണം പൊടുന്നനെ നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്തുള്ള ഓടയിലേക്ക് കാർ ചെന്ന് പതിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിനരികിലെ മൺതിട്ടയുടെയും വാഹനത്തിന്റെയും ഇടയിൽപ്പെട്ടാണ് യുവാവ് അതിദാരുണമായി മരണപ്പെടുന്നത്. അപകടം നടന്ന തൽക്ഷണം തന്നെ യുവാവ് മരണപ്പെട്ടുവെന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന 4 സുഹൃത്തുക്കളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ് പോലീസും പറയുന്നത്. ഇത്തരം അപകടയാത്ര നടത്തുന്നവരുടെ ലൈസൻസ് അടക്കം സസ്പെൻഡ് ചെയ്യുമെന്നും MVD വ്യക്തമാക്കിയിട്ടുണ്ട്. മരണമടഞ്ഞ അരീബുദ്ദീൻ കർണാടകയിലെ റായ്ചൂർ സ്വദേശിയാണ്. അപകടശേഷം യുവാവിന്റെ മൃതദേഹം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സാഹസ പ്രവൃത്തികൾ ഒഴിവാക്കിയില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവൻ തന്നെയായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.